എവിടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്? RSS അജണ്ടയുമായിട്ട് എവിടെയാണ് വ്യത്യാസം? RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടുകയല്ലേ? RSS അജണ്ടയുടെ ഭാഗമാവുകയല്ലേ? ഇതല്ലേ സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി എത്രമാത്രം അപകടകരമായ നിലയിലേക്ക് നീങ്ങുന്നുവെന്നാണ് കാണേണ്ടത്. ഇവിടെ RSSനെ പീഡിപ്പിക്കുന്ന, RSS അജണ്ട അംഗീകരിച്ചുകൊണ്ട് പോകുന്ന പല നടപടികളും വരിക. അതിലൊന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിക്കാനാണ് നീക്കം. കാർഷിക രംഗം പോലും കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാനാണ് നീക്കം. പല ഭാഗങ്ങളും കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പൊതുമേഖല ആ മേഖലയെ വലിയ തോതിൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് സ്വകാര്യവൽക്കരണത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ ഇടുക്കി നേരിടുന്നത് മാത്രമല്ല, കേരളമാകെ നേരിടുന്നതാണ്, ഇടുക്കി സവിശേഷമായി നേരിടുന്നതെന്ന് പറയാം, ESA പ്രശ്നം. ആ പ്രശ്നം ഇപ്പോൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ചിലര് LDFനെ കുറ്റപ്പെടുത്താൻ ചിലർക്ക് വലിയ വാസനയാണല്ലോ. നിലവിലുള്ള യാഥാർത്ഥ്യം ആളുകളുടെ കൺമുന്നിലുണ്ടെങ്കിലും അത് മറച്ചുവെച്ച് പ്രചരിപ്പിക്കാനാണല്ലോ പലർക്കും താല്പര്യം. ഇപ്പോൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലൊരു പരിപാടി നടന്നല്ലോ. ആ പരിപാടി നേരത്തെ LDF ഗവൺമെന്റ് തുടങ്ങിവെച്ച പദ്ധതിയുടെ ഭാഗമായി തുടർപ്രവർത്തനത്തിലൂടെ വന്ന കാര്യമാണ്. മറ്റ് 2.5 മാസം കഴിയുമ്പോഴേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും ആ രംഗത്ത് കാണിക്കാൻ UDF ഗവൺമെന്റിന് കഴിയില്ല. അപ്പോൾ LDF ചെയ്തു വെച്ച കാര്യങ്ങൾ ഇപ്പോൾ പ്രാവർത്തികമാകുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ വെച്ച് പരസ്യമായി പറയുകയാണ്, കഴിഞ്ഞ 10 വർഷം ദുർവ്യയമായിപ്പോയി, അല്ലെങ്കിൽ വിഴിഞ്ഞം എവിടെ എത്തേണ്ടതായിരുന്നു. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വേഗത കുറഞ്ഞത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ടാണ്. എങ്ങനെയുണ്ട്? ഇതേ ആളാണ് ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ സംസാരിച്ചിരുന്നത്. ഇവിടെ അത് നടപ്പാക്കാൻ വിടില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇദ്ദേഹവും പരസ്യമായി പ്രഖ്യാപിച്ച കാര്യങ്ങളുണ്ട്. അന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും, വിഴിഞ്ഞം പദ്ധതി തുരങ്കം വെക്കുന്നതിനുള്ള എല്ലാ നടപടികൾക്കും പിന്തുണ കൊടുത്തയാളാണ് പുള്ളിക്കാരൻ. LDF ഗവൺമെന്റ് ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സ്വീകരിച്ച നിലപാട്, അത് കാരണമാണ് ആ പദ്ധതി പ്രാവർത്തികമായത്. പദ്ധതി പ്രാവർത്തികമാക്കുക മാത്രമല്ല, നേരത്തെ ഒപ്പിട്ട കരാറനുസരിച്ച് വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം മാത്രമേ ഈ പദ്ധതിയുടെ അവസാന ഭാഗം പൂർത്തിയാകൂ. അതിനുശേഷമേ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും തുച്ഛമായ വരുമാനം കിട്ടും. അതിലെല്ലാം മാറ്റം വരുത്താൻ കഴിഞ്ഞു. അതോടൊപ്പം അതിൻ്റെ വികസനത്തിനാവശ്യമായ എല്ലാ മേഖലയിലും കാര്യങ്ങൾ നടന്നു. ഇതൊക്കെ നാടിനാകെ അറിയാവുന്ന കാര്യമാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന അത്തരം വിഷയത്തിൽ പോലും മുഖ്യമന്ത്രിയെ പോലൊരാൾ, മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹമാണല്ലോ സംസ്ഥാനത്തിൻ്റെ ആധികാരിക വക്താവ്, അത് മുഴുവൻ വസ്തുതാപരമായിരിക്കണ്ടേ? വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു നിലയുണ്ടാകാമോ? അതല്ലേ ഉണ്ടായത്. എല്ലാവരുടെയും മുന്നിൽ അതിൻ്റെ ഭാഗമായി അദ്ദേഹം തന്നെ പരിഹാസ്യനാവുകയല്ലേ. അതാണ് കാലം.
അപ്പോൾ അങ്ങനെയൊരു കാലമായതുകൊണ്ട് ചിലർക്ക് LDFിനെ എതിർത്തുകൊണ്ട് പറയാൻ പറ്റുകയാണ് ഇവിടെ LDF സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല എന്നത്. അത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയില്ലാത്തതുകൊണ്ടോ ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ സംഭവിക്കുന്ന ഒന്നായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഇവിടെ നമ്മൾ കാണേണ്ടത് 2010 UPA സർക്കാരാണ്. ആ സർക്കാരാണ് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതിയെ നിയോഗിച്ചത്. നമ്മുടെ മലയോര ജനതയെ, കർഷക ജനതയെ സ്വന്തം ഭൂമിയിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ ഉതകുന്ന ഒരു റിപ്പോർട്ടാണ് ആ കമ്മീഷൻ നൽകിയത്. അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായി, വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു. അത്തരം പ്രക്ഷോഭങ്ങൾ എല്ലാ ഭാഗത്തും ഉയർന്നു വന്നപ്പോഴാണ് ആ കാലത്തെ വനം പരിസ്ഥിതി മന്ത്രി ജയറാം രമേശ് ഒരു പുതിയ കമ്മിറ്റിയെ നിയമിക്കുന്നു. അതായിരുന്നു കസ്തൂരി രംഗൻ അധ്യക്ഷനായ ഹൈ ലെവൽ വർക്കിംഗ് കമ്മിറ്റി. കസ്തൂരി രംഗൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് 2013 നവംബർ 13 കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനമായിട്ട് പുറത്തിറക്കുന്നത്. മൻമോഹൻ സിംഗ് ആണ് അന്ന് പ്രധാനമന്ത്രി. ഈ വിജ്ഞാപന പ്രകാരം കേരളത്തിൽ 131 വില്ലേജുകളിൽ 13,108 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ESA ആയി പ്രഖ്യാപിക്കപ്പെട്ടു. അതായത് 131 വില്ലേജുകൾ, 13,108 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ESA. അപ്പോൾ ഇടുക്കിയിൽ മാത്രം എടുത്താൽ 47 വില്ലേജിൽ 3,788 ചതുരശ്ര കിലോമീറ്റർ ഈ പരിസ്ഥിതി ലോല മേഖലയായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടു. സ്വാഭാവികമായും അതിനെതിരെ പ്രശ്നങ്ങളുണ്ടായി. കേരളത്തിൽ ഇതിനെതിരെ പ്രക്ഷോഭം ഉയർന്നു വന്നു. ഇടുക്കിയിൽ ആ ഘട്ടത്തിൽ വലിയ പ്രക്ഷോഭം തന്നെ വന്നു. എല്ലാവരും ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി. അത്തരമൊരു ഘട്ടത്തിലാണ് അന്നിവിടെ UDF സർക്കാരായിരുന്നു. UDF സർക്കാർ ഉമ്മൻ ബി ഉമ്മൻ അധ്യക്ഷനായിക്കൊണ്ട് ഒരു സമിതിയെ നിയോഗിക്കുന്നത്. ആ സമിതി പഠിച്ച് റിപ്പോർട്ട് നൽകി. അവർ 131 വില്ലേജുകളിലായി 9,107 ചതുരശ്ര കിലോമീറ്റർ വനം, 886.7 ചതുരശ്ര കിലോമീറ്റർ വനഭൂമിക്ക് പുറത്തുള്ള തോട്, പാറ, തരിശ്, ഇവയെല്ലാം കൂടി 9,993.7 ചതുരശ്ര കിലോമീറ്റർ ESA ആയി കണ്ടെത്തി. ആ റിപ്പോർട്ടിൽ ഇടുക്കി ജില്ലയിൽ 47 വില്ലേജ് 2,651.12 ചതുരശ്ര കിലോമീറ്റർ ESAയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് വന്നത്. 2014 മാർച്ച് 10 ഈ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചെങ്കിലും ഈ റിപ്പോർട്ടിനെതിരെ, ഇത് അശാസ്ത്രീയമായി തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ മേലും വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഇതിലുള്ള അപാകതകൾ പരിഹരിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനുള്ള നടപടികളാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അതിനാദ്യം വേണ്ടത് ശാസ്ത്രീയവും സമഗ്രവുമായ പഠനമാണ്. അതിന്
LDF സർക്കാർ തയ്യാറായി. കഡസ്ട്രൽ മാപ്പ് സഹിതം 2018 ആഗസ്റ്റ് 10 കേരളത്തിന് റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. അതിൽ ESA പ്രദേശം 8656.46 ചതുരശ്ര കിലോമീറ്ററായി കുറച്ചുള്ള റിപ്പോർട്ടാണ് LDF സർക്കാർ നൽകിയത്.